ഹലോ, എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖാണോ? അപ്പോഴേ നമ്മുടെ കോട്ടപ്പുഴയിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സ്കൂൾ അവധി ആയതുകൊണ്ട് അനിയത്തിയും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ അനിയത്തി ഒക്കെ വിരുന്ന് വന്നിട്ടുണ്ട്, മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വന്നാൽ ഞങ്ങൾ എന്താ പറയുക, സ്ഥിരമായിട്ട് ഞാനൊക്കെ വീട്ടിൽ നിന്ന് കുളിക്കുന്ന ആളാണ് കേട്ടോ. പുഴയിൽ നിന്ന് കുളിക്കൂല, എപ്പോഴെങ്കിലുമൊക്കെ വന്ന് കുറേ അലക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ കുളിക്കാന്നല്ലാണ്ട് ഇവിടെ പുഴയിൽ നിന്ന് കുളിച്ച് വിചാരിച്ച് പുറത്തുള്ള ആരും ജെൻസൊന്നും കാണുന്നില്ല. സ്ത്രീകൾ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് സ്ത്രീകളെ മുന്നിൽ നിന്ന് പോലും കുളിക്കാൻ മടിയുള്ള കൂട്ടത്തിൽ പെട്ടാട്ടോ ഞാൻ. എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ കുളിക്കണം. പിന്നെ ഇവിടുന്ന് പുഴയിൽ ചാടും നീന്തും. അത് നമ്മൾ എന്ത് ഡ്രസ്സായിട്ടത്, തലേന്നും കൂടി ഒരു ഡ്രസ്സ് എടുക്കാതെ അങ്ങനെ ചാടി അതുപോലെ അങ്ങോട്ട് പോവുക എന്നല്ലാതെ ഇവിടുന്ന് തേച്ചരച്ചുള്ള കുളി ഇവിടുന്ന് ഇല്ല കേട്ടോ, പുഴയിൽ നിന്നില്ല. അപ്പോൾ ഇന്നും തന്നെ വെറുതെ ഇതുപോലെ അങ്ങോട്ട് ചാടി കുറച്ച് നേരം വെള്ളത്തിൽ കടന്ന് തണുത്തിട്ട് അങ്ങോട്ട് പോവുക. ഡ്രസ്സൊന്നും ഇവിടുന്ന് അഴിച്ചു മാറ്റില്ല. കാരണം ഇവിടുത്തെ സ്ഥലങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ തുറന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കൊരു മടിയാണ്. പുറത്ത് അനിയത്തിൻ്റെ കുട്ടികളും അനിയത്തിയും എല്ലാവരും അലക്കണും എല്ലാം ചെയ്യുന്നുണ്ട്. കുണ്ടക്കിറങ്ങല്ലേ. അപ്പോൾ അതാ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷെ ഇവിടെ എന്താ അങ്ങനെ കുളിക്കണവരുണ്ട്, ഡ്രസ്സ് ഇട്ടിട്ട് തേച്ചരച്ച് കുളിക്കണവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കുളിക്കൂല. അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, നല്ല വെള്ളമാണ്. ഇതിൽ നീന്താനൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ കുട്ടിയാണ് ആ ചാടുന്നത്. അതുപോലെയൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. പക്ഷേ ഇവിടുന്ന് തേച്ചരച്ച് കുളിക്കൂല എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. ചെറുപ്പത്തിലേ ഉള്ള ആ ഒരു മടിയാണ് ഇപ്പോഴും. തേച്ച് കുളി വീട്ടിൽ നിന്ന് മാത്രം ചെയ്യുക, ഇവിടുന്നില്ല. അപ്പോൾ അനിയത്തിൻ്റെ കുട്ടികളെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അനിയത്തിൻ്റെ കുട്ടികളൊക്കെ കണ്ടോ അവിടെ നീന്തി കളിക്കുകയാണ്. അപ്പോൾ കോട്ടപ്പുഴ കാണണം, വെള്ളം വന്നോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ താഴത്തേക്ക് ഞാൻ കാണിക്കാത്തത്, താഴത്ത് നിറയെ ആളുകളാണ്. അപ്പോൾ താഴത്തേക്ക് ഞാൻ കാണിക്കാത്തത് അതാണ് കേട്ടോ. ആളുകൾ അലക്കുന്നുണ്ട്. അപ്പോൾ തലയിലൊന്നും തട്ടവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ അയൽവാസികളും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ കോട്ടപ്പുഴ ഇത് താഴെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ വെള്ളം വന്നാൽ പിന്നെ ഇവിടെ ഒന്നും നിൽക്കൂല. ഞാൻ ഈ നിൽക്കണ ഈ പാറയൊക്കെ ഉണ്ടല്ലോ, ഈ പാറ ദാ ഇവിടെ ഈ സൈഡിൽ വെള്ളമുണ്ട്. ഈ പാറ, ഞാൻ ഈ നിൽക്കണ ഈ പാറമ്മ, ഇവിടേക്കൊക്കെ വെള്ളം കയറും കേട്ടോ. അപ്പോൾ അതിന് മാത്രം വെള്ളമൊന്നും ആയിട്ടില്ല. നമുക്ക് ആ വെള്ളത്തിൻ്റെ ക്ഷാമം ഇല്ല എന്നുള്ളൂ. അവിടെ താഴെ എല്ലാവരും അലക്കുക കുളിക്കുകയൊക്കെ ചെയ്യാണ്. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് കുളിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കോട്ടപ്പുഴയ്ക്ക് പോകുന്നതാണ് കേട്ടോ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമല്ലോ, കോട്ടപ്പുഴേൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തരണമല്ലോ. കഴിഞ്ഞ വർഷം കോട്ടപ്പുഴയിൽ വെള്ളം വറ്റിയിട്ട് പിന്നെ മീനുകളൊക്കെ ഇഷ്ടം പോലെ ചത്തേന്നു. ഇപ്പോൾ അങ്ങനെ അത്രയ്ക്ക് വരൾച്ച വന്നിട്ടില്ല. പിന്നെ വെള്ളം വറ്റുന്നതിൻ്റെ മുന്നേ തന്നെ, നല്ലോണം വെള്ളം വറ്റുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്തു, മഴ പെയ്തു. ഞാൻ പറയണേ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, വെള്ളത്തിൻ്റെ സൗണ്ട് കൊണ്ട്. അപ്പോൾ അവിടെ താഴെ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, പിന്നെ നീന്താനൊക്കെ ഉള്ള നല്ല സ്ഥലമുണ്ട്, ചാടാനും നീന്താനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിവിടെ നല്ല രസമാണ്. ഇവിടെ വെറുതെ വന്നിരുന്നാൽ തന്നെ നല്ല രസമാണ് കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റാണ്, നല്ല മലയിൽ നിന്ന്. പിന്നെ നമ്മളെപ്പോഴും പേടിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്താ പറയുക, നമ്മൾ മലയ്ക്ക് മഴ പെയ്യുമ്പോൾ പുഴയിൽ കൂടെ പെട്ടെന്ന് വെള്ളം വരും. അപ്പോൾ നമ്മൾ ആ ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഇവിടെ ഇരിക്കാനൊക്കെ. പെട്ടെന്ന് വെള്ളം വന്ന് മറിഞ്ഞാൽ ഇതാ പാറക്കെട്ടുകളാണ്, നമുക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. കാരണം നല്ല പാറക്കെട്ടാണ് ആ ഭാഗത്തേക്കൊക്കെ, അതുകൊണ്ട് നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മക്കളൊക്കെ ഇങ്ങോട്ട് വിടാനും ഇരിക്കാനും ഒക്കെ. പിന്നെ ഇവിടെ ആരോ ചോദിച്ചു കള്ളുകുടിയന്മാരുണ്ടോ, കഞ്ചാവിൻ്റെ ആൾക്കാർ, അങ്ങനെയുള്ള പ്രദേശമേ അല്ല കേട്ടോ ഇവിടെ. കോട്ടപ്പുഴയിൽ കള്ളുകുടിയന്മാരോ കഞ്ചാവോ, ഞങ്ങൾ ഈ പൊട്ടിക്കല്ല് പറഞ്ഞ നാട്ടിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. കള്ളന്മാർ അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നമില്ലാത്ത നാടാണ് കേട്ടോ ഞങ്ങൾ പൊട്ടിക്കല്ല് എന്ന് പറയുന്നത്. കള്ളുകുടിയന്മാർ കഞ്ചാവ് ഉണ്ടായിരിക്കാം, ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്കിപ്പോൾ ആരെയും ചെക്ക് ചെയ്ത് നോക്കാനൊന്നും അറിയില്ല, ഉണ്ടായിരിക്കാം. പക്ഷെ പരസ്യമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു ധൈര്യമായിട്ട് ഇവിടെ വന്നിരിക്കുക, കോട്ടപ്പുഴയിൽ ഇവിടെ എവിടെയും വന്നിരിക്കുക, ഒരു പേടിയും പേടിക്കേണ്ട എന്നുള്ളതാണ്. അതാണ് നമ്മളെ പൊട്ടിക്കല്ലിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടമായോ കോട്ടപ്പുഴ? ഞാനിങ്ങനെ
കുറേ ദിവസമായി വീഡിയോ എടുക്കാൻ വരണം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കണേ. വെള്ളം ഇപ്പോൾ ഇന്നാണ് കൂടിയത്. ഇന്ന് അനിയത്തിയൊക്കെ എല്ലാവരും വന്നപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വരണം, വീഡിയോ എടുക്കണം. അപ്പോൾ എന്താ പറയുക, എമ്മിക്കുട്ടനെ ആൾക്കാടെ താഴെ കുളിക്കുന്നുണ്ട്. എനിക്ക് കണ്ണങ്ങട്ടാണ്. കുട്ടികളെങ്ങാനും കുണ്ടിലേക്ക് പോയാലേ ഒന്ന് മുങ്ങി താന്ന് ഒന്ന് വെള്ളം കുടിച്ചാൽ കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് ഈ കോട്ടപ്പുഴ വെള്ളം എന്നൊക്കെ പറയുന്നത് നമുക്ക് നല്ല രസമാണ് കാണാനും അനുഭവിക്കാനും ഒക്കെ നമ്മൾക്ക് ഭാഗ്യം ചെയ്തവരാണ്. പക്ഷേ നമ്മളെ മക്കളെ കാര്യം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഒന്ന് കണ്ണ് തെറ്റിയാൽ മതി കുണ്ടേക്ക് മക്കൾ താന്നു പോകാനും അപകടങ്ങൾ വരാനും. അപ്പോൾ എനിക്ക് പേടിയാണ്. മക്കളെയും കൊണ്ട് അനിയത്തിമാർ കുളിക്കാൻ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യമാണ്, കുട്ടികളെ ശരിക്കും നോക്കണം കേട്ടോ. ഒരു മിനിറ്റ് മതി ശ്വാസം മുട്ടാൻ, വെള്ളത്തിൽ താന്നു പോകാനൊക്കെ 1 മിനിറ്റ് മതി. ശ്രദ്ധ പാളരുതേ അറിയും. ഒരു പുഴയ്ക്ക് കോട്ടപ്പുഴയ്ക്ക് കുളിക്കാൻ വന്നാൽ എനിക്ക് ടെൻഷനാണ്, ബേജാറാണ്, പേടിയാണ്. ഞാൻ എപ്പോഴും പഠിച്ചവനോട് പ്രാർത്ഥിക്കണത് ഒന്നുള്ളൂ, പഠിച്ചവനെ അപകട മരണങ്ങൾ ആർക്കും തരല്ലേ റബ്ബേ, നമുക്കാർക്കും അപകട മരണങ്ങൾ തരല്ലേ, അങ്ങനെയുള്ള മരണങ്ങളും തരല്ലേ. ഈമാനോട് കൂടി നമ്മളെല്ലാവരും പഠിച്ച തമ്പുരാൻ മരിപ്പിക്കണേ. ആ ഒരു തേട്ടം മാത്രമേ ഉള്ളൂ എനിക്ക്. രോഗം കൊണ്ടും അള്ളാഹു നമ്മളൊന്നും ആരും പരീക്ഷിക്കാതിരിക്കട്ടെ, അപകട മരണങ്ങളൊന്നും തരാതിരിക്കട്ടെ. ഇനിയിപ്പോൾ മഴക്കാലമായി നമ്മൾ ഓരോന്നിങ്ങനെ കേൾക്കൂട്ടോ. 1 മിനിറ്റ് അവനെ കൊണ്ടോട്ടോ, വേണ്ട കുണ്ടുക്ക് കൊണ്ടോണ്ട, എമിനെ കുണ്ടുകൊണ്ട് മിലു വേണ്ട കൊണ്ടോണ്ട. പേടിയാണേ മക്കളെ, എമ്മിക്കുട്ടനെ കുണ്ടുക്ക് കൊണ്ടുപോവുകയാണ്. ഓന് ഭയങ്കര ഇഷ്ടമാണ് പുഴയിലേ. അപ്പോൾ എനിക്ക് പേടിയാണ്. ഒന്നങ്ങോട്ട് താന്നാൻ പോയാൽ കുഞ്ഞു മക്കളല്ലേ, ഓർക്കൊന്നും പിടിക്കാനും പറ്റൂല. അനിയത്തിമാരുണ്ട് കേട്ടോ അവിടെ, 2 അനിയത്തിമാരുണ്ട്. എൻ്റെ 2 അനിയത്തിമാരും ഉണ്ട് അവിടെ. അപ്പോൾ കുണ്ടാകുമ്പോൾ എനിക്ക് പേടിയാണ്. എനിക്ക് ഓരോന്നും വിശ്വാസമല്ല, കുട്ടികളെ പുഴയ്ക്ക് കൊണ്ടുവരാൻ എനിക്ക് ഇന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. അത്രയും പേടിയാണ് എനിക്ക്. എൻ്റെ അനിയത്തി ചെറിയതാവുമ്പോൾ ഞാൻ ഓളെയും കൊണ്ട് ഇങ്ങോട്ട് കോട്ടപ്പുഴയ്ക്ക് ചാടാൻ വരും. കുട്ടികളാവുമ്പോൾ ചെറിയ അനിയത്തിനെയും കൊണ്ടേ. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ അനിയത്തി, അന്ന് പേടിച്ചതാണ് ഞാൻ. എൻ്റെ ചെറിയ അനിയത്തി ഇങ്ങനെ താന്ന് പോണുണ്ട്. വെള്ളം കുടിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അലക്കിയതു. ഞാൻ തന്നെ ചെറുതാണ്. ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ടൈമിലാണ്. 4ാം ക്ലാസ്സിൽ അറിയുമ്പോൾ ഞാൻ എത്ര ചെറുതാണ്. അപ്പോൾ എൻ്റെ അനിയത്തി അതോടുകൂടി ഞാൻ പേടിച്ചതാണ്. പിന്നെ ഞാൻ ഉമ്മാനോട് പറയും, ഉമ്മ ഓളെ കൊണ്ടോണ്ട പുഴയ്ക്ക് കുളിക്കാൻ അറിയും. ഞാൻ എൻ്റെ അനിയത്തിക്കും തന്നെ പേടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ, കോട്ടപ്പുഴേൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് മക്കളെ നമ്മളെ കോട്ടപ്പുഴ. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അങ്ങോട്ട് പോന്നോട്ടെ, കമൻറ്റിലൂടെ അങ്ങോട്ട് പോന്നോട്ടെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ബാങ്ക് കൊടുക്കാനയക്കണ്, ഞാൻ പോട്ടെ. ഞാൻ ഒന്ന് ചാടണം കുണ്ടിൽ, അത് രസമാണ്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് ചാടി കുളിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഇത്തിരിയേ ഉള്ളൂ, 5 മിനിറ്റ് ഇല്ല എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് കേട്ടോ. ഞങ്ങൾ താഴെ മുട്ടിക്കുണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ചെറുപ്പം മുതലേ ഞങ്ങൾ ചാടി കുളിച്ച സ്ഥലമാണ് കേട്ടോ ഇത്. കുഞ്ഞു മക്കളായെന്ന് മുതലേ എമിക്കുട്ടൻ്റെ പ്രായത്ത് വരെ, പിന്നെ പ്രായമാകുമ്പോൾ വരെ ഞങ്ങൾ ഉമ്മയൊക്കെ കുളിക്കാൻ പോരുമ്പോൾ ഞങ്ങളെ ആദ്യം കുളിപ്പിച്ചിട്ട് പാറമ്മ കയറ്റിയിരുത്തും. ഒരു ദിവസം ഉമ്മ ഞങ്ങളെ 3 ആളെയും പാറമ്മ കയറ്റിയിരുത്തി. ഉമ്മക്ക് കുറേ അലക്കാണ്ടായിരുന്നു. പാറമ്മ കയറ്റിയിരിക്കുമ്പോൾ വീതിയുള്ള പാറയാണ്. അപ്പോൾ വീതിയുള്ള പാറമ്മ ഇരുത്തുമ്പോൾ ഞങ്ങൾ ഉമ്മ അലക്കണവും കണ്ടിങ്ങനെ ഇരിക്കും. അന്ന് സത്യം പറഞ്ഞാൽ കുണ്ടിലൊക്കെ നീന്താൻ പേടിയാണ്, ചെറിയ മക്കളല്ലേ. അതും ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ടൈമിലാണ്. അനിയത്തിമാർ അതിലും കുഞ്ഞതാണ്. അതിലൊരു ദിവസം ഞാൻ എന്താണെന്നറിയാം, നല്ല മിനുസുള്ള പാറയാണ്, വീതിട്ട്. ഞാൻ വഴിക്ക് അങ്ങോട്ട് പോണെങ്കിലും കുണ്ടുക്ക്. പക്ഷെ ഇമ്മ അത് കണ്ടുട്ടോ. ഇമ്മ അപ്പത്തിന് ഓടി വന്ന് ഇന്നെടുത്ത്. ഒന്നും പറ്റില്ല. അന്ന് ഞാൻ പേടിച്ചതാണ്. എനിക്ക് ഈ കോട്ടപ്പുഴ ഞാൻ പേടിച്ചതാണ്. നീന്തും ചാടും ഒക്കെ ചെയ്യും, പുഴയിൽ കൂടെ ആകെ ഞാൻ പോകും, അതൊക്കെ കാര്യം വേറെ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പേടി നമുക്ക് എപ്പോഴും. നമ്മൾ രക്ഷിതാക്കൾ നമ്മളെ മക്കളെ കാര്യത്തിൽ ഇപ്പോൾ അവധിക്കാലങ്ങളിൽ മഴ പെയ്യുമ്പോഴും തോട്ടുക്കും പുഴയ്ക്കും കുളത്തുക്കൊക്കെ കുട്ടികൾ കുളിക്കാൻ പോകുമ്പോൾ വിരുന്ന് പോയ സ്ഥലത്ത് വെച്ച് കുഞ്ഞു മക്കൾക്ക് അപകടം പറ്റണ എത്രയോ വീഡിയോസ് വാർത്തകൾ നമ്മൾ കാണുന്നതാണ്. അങ്ങനെയുള്ളതൊന്നും പഠിച്ച് തമ്പുരാൻ ആർക്കും തരാതെക്കട്ടെ. പിന്നെ എല്ലാവരും ഒരാളെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ
ഇന്ന് ഞാൻ പൂക്കോടുംപാടുന്ന ഒരാളെ കണ്ടേന്ന് കേട്ടോ. അപ്പോൾ ബിസ്മിത്ത അല്ലേന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ബിസ്മിത്ത നിങ്ങളെ കാണാൻ നിങ്ങൾ പിന്നെ വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾ ഒരു മേക്കപ്പും ഇല്ലല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ മേക്കപ്പ് ഇട്ടാന്ന് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളെ കാണാൻ എന്ത് സുന്ദരിയാണ്. അപ്പോൾ ഞാൻ ഒന്നുമില്ല, മേക്കപ്പ് ഒന്നുമില്ല, നാച്ചുറലാണ്. മുഖം സോപ്പിട്ട് കഴുകിയതാണ്, ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഉള്ളൊരവസ്ഥയാണ്. എല്ലാവരും പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ മേക്കപ്പ് ഇട്ട് ഒരുങ്ങി പൗഡറൊക്കെ ഇട്ട് കുട്ടിയൊക്കെ ഇട്ടാണ് വരാം. പക്ഷെ ഞാൻ തിരിച്ചാണ്. ഞാൻ മേക്കപ്പ് ഇടൂല എന്ന് പറയണില്ല. കല്യാണ കാര്യങ്ങൾ അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ വരുമ്പോൾ മേക്കപ്പ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നാച്ചുറൽ ബ്യൂട്ടിയാണ്, ഒന്നുമില്ല, ഒരു കാര്യമല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം എന്നാൽ ഞാൻ പോട്ടെ, നേരെ ഇരുട്ടാവാനായിക്കണം കേട്ടോ. ടാറ്റാ. കണ്ടോ എത്ര മനോഹരമാണ് നമ്മുടെ കോട്ടപ്പുഴ. എത്ര മനോഹരമായിട്ടുള്ളതാണ് നമ്മുടെ കോട്ടപ്പുഴ. നല്ല തെളിനീർ വെള്ളം. അപ്പോൾ താഴെ അനിയത്തിയും കുട്ടികളും എല്ലാവരും അവിടെ താഴെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് താഴത്തേക്ക് കാണിച്ചു തരില്ല. അവിടെ അപ്പുറത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ, ഈ സൈഡിലായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ വരാം കേട്ടോ. ഇതാണ് ഓരോ പാറ അങ്ങനെ ചാടി കണ്ടോ. കാലിങ്ങനെ വെക്കുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് പേടിയാണ്. കല്ലുമ്മക്ക് ഇങ്ങനെ കാല് വെച്ച് വഴുക്കുവോ എന്താവും എന്നുള്ള പേടിയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഈ പാറം വന്ന് ഇനി ഇതിമ്മക്ക് ചാടണം ഞാൻ. എന്നിട്ട് ഇതിമ്മന്ന് അപ്പുറത്തേക്ക് ചാടണം. ഇനിയിപ്പോൾ ഇതിമ്മക്ക് ചാടാൻ പോവാണ്. ഫോണും ചാടാൻ പാടില്ല, വീഴാനും പാടില്ല. അങ്ങനെ ചാടി ആ സൈഡിൽ കൂടെ എനിക്ക് പോകണം. അങ്ങനെ ആ പാറമ്മക്ക് ചാടി കണ്ടോ. ഞാൻ അവിടുന്ന് ഇതിമ്മക്ക് ചാടി ഇനി ഇതിലേക്ക് ചാടി ഇങ്ങനെ ചാടി. ഇനിയിപ്പോൾ ഞാൻ ഇതിലേ വന്നത്, ഇതിലിറങ്ങി പോകേണ്ടി വരും. ഇതിലേ വന്നത് എനിക്ക് ഓർമ്മല്ല. ഈ വെള്ളത്തേക്ക് ഇറങ്ങി കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. നമ്മളെ കണ്ടോ എന്തോരം നല്ല തെളിഞ്ഞ വെള്ളമാണ്. നല്ല തെളിനീരാണ്, നല്ല വൃത്തിയുള്ള വെള്ളമാണ്. അപ്പോൾ ഇതിലിങ്ങനെ പോട്ടെ ഞാൻ. സൈഡിലൊക്കെ കാടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട് കേട്ടോ. പേടിൻ്റെ കാര്യത്തിൽ ഞാൻ പുഴ കടന്ന് പോവുകയാണ് ഇപ്പുറത്തേക്ക്. പേടിൻ്റെ കാര്യത്തിൽ ഞാൻ മുന്നിലാണ്. ഭയങ്കര പേടിയാണ് എനിക്ക്. കണ്ടോ ഇതിലിങ്ങനെ ഇനി ഈ പാറമ്മക്ക് ചവിട്ടിയിട്ട് വേണം ഇങ്ങോട്ട് പോവാൻ. ഫോണ് വീഴുവോ ചാടുവോ അങ്ങനെയൊക്കെയുള്ള പേടിയാണ്. ഈ വലിയ പാറമ്മ കയറി ഇതിലെങ്ങനെ ഇറങ്ങി വന്ന് ആ സൈഡിൻ്റെ അനിയത്തിമാരും കുട്ടികളൊക്കെ ഉണ്ട്. അവിടെയൊന്നും ഞാൻ ഇരുന്ന് സംസാരിച്ചിരുന്നത്. ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ വന്ന് ഇതിലെങ്ങനെ പോവും. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കേ.